രാവിലെ എണീറ്റപ്പോൾ നമ്മുടെ ബോസ് വിളിച്ചിട്ട് പറയുകയാണ് വേഗം ഈ സ്ഥലത്തേക്ക് ജീപ്പ് കൊണ്ടുവരാൻ. അതായത് വെള്ളത്തിൻ്റെ കരേൻ്റെ അവിടെ ഒരു ഗോഡ്സിലെ പൊങ്ങുകയാണ്. ഗോഡ്സിലാണ് കിങ് കോങ് ആണെന്നൊന്നും പറഞ്ഞില്ല. ഒരു കുരങ്ങൻ്റെ ഷേപ്പുള്ള ഒരു ജീവി. കുരങ്ങൻ ഗോഡ്സിലെയാണ്. നമ്മൾ ഈ സിനിമയൊക്കെ കണ്ടുകൊണ്ട് നമുക്കറിയില്ല, പക്ഷേ കേൾക്കത്തില്ല. നമുക്കൊരു അൾട്ടിമേറ്റ് താഴെ പൊന്നി ചേച്ചിന് മാറി നിൽക്കുന്നു. ആ ചേച്ചി മുമ്പ് ഒന്നുണ്ടോ നമ്മൾ ബീച്ചിലേക്ക് ഓടുവാണ്. ഞാൻ ബീച്ചിൻ്റെ വഴിയെ മറന്നുപോയി, അങ്ങോട്ടേക്ക് പോകാറില്ല. ഇങ്ങോട്ടാണ് ഫുൾ കൺഫ്യൂഷൻ ആയി. നമുക്ക് വേഗം പോകണം. അവിടെ ഉള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് മാറ്റിയിട്ട് നമുക്ക് അവിടെ റെസ്ക്യൂ സമ്പന്നം തുടങ്ങേണ്ടതാണ്. പിന്നെ നമ്മുടെ കയ്യിൽ RPG ഉണ്ട്. ബസ് പ്രോബ്ലം എന്ന് വെച്ചാൽ RPGൻ്റെയും ബുള്ളറ്റും ഇല്ല. അതിൻ്റെ കൂടെ തന്നെ കഷ്ടം, അതിൻ്റെ നമ്മുടെ ലൈസൻസും പോയിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്ക് തുപ്പാക്കി തുപ്പാക്കിയേ ഉള്ളൂ. എങ്ങോട്ടാണ് പോകുന്നത്? ഇത് ഞാൻ എപ്പോഴും എനിക്ക് അവസാനമായിട്ട് ഓർമ്മയുള്ളത് അങ്ങനെയായിട്ട് പോയപ്പോൾ ഈ വഴി കൂടെ പോയിട്ടാണ്. അപ്പോൾ തന്നെ ഇതെന്നോലെത്തും ജീപ്പ് പോയി. നമുക്ക് വല്ല കാറും എടുത്തിട്ട് പോവാം. ഇവിടെ സൈഡ് വല്ല വണ്ടി ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചൊരു മഹേന്ദ്ര താർ കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇങ്ങോട്ടാണ് പോകണ്ടത്. നമുക്ക് ഈ വഴിയാണ് എനിക്ക് എൻ്റെ ഓർമ്മയിലാണ് കേട്ടോ. ഈ വഴി തന്നെ. നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതിൻ്റെ അടുത്തെത്തി. ഇവിടെ എവിടെ ആയിരുന്നു എൻ്റെ ഓർമ്മ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മെനങ്ങിയെന്ന് കണ്ട് ഇവിടെ അവസാനമായിട്ട് വന്നു. ഒന്ന് കഴിച്ചപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിർത്തുവാണ്. അയ്യോ, ഡാഡിയാണെന്ന് പോലും അറിയത്തില്ല. നമ്മൾ മുങ്ങി. അപ്പൊ ഗായ്സ് നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ അത് വെള്ളത്തിൻ്റെ അകത്തേക്ക് പോകും. നമ്മുടെ ഇതിന് മാത്രമേ ഉള്ളൂ ഉള്ള ദൈവമേ. ഇത് കണ്ടോ? അയ്യോ, നമ്മളടിക്ക് എൻ്റെ പൊന്നരെ. ഇത് ഒരെണ്ണത്തിലേക്ക് വന്നു. നമ്മളടി ഇരിക്കേണ്ട ഒരെണ്ണമാണെന്നല്ലേ? യെസ്, നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് വിളിച്ചിട്ട് പറയാം. ഹലോ സാർ, ഇതിനെ കൊന്നിട്ടുണ്ട്. ശരി, ഓക്കെ ഗൈസ്. ഹെഡ് ക്വാർട്ടേഴ്സിന് ആൾക്കാർ ഒരിപ്പോൾ എടുത്തോളൂ. അതിനെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ചൂരിപ്പോയി വെള്ളത്തിനടിക്കും. അതുകൊണ്ട് നമുക്ക് സാറിനോട് ഒരു സമയം കുറിച്ചിട്ട് മെയിൻ ഓഫീസറിനെ വിളിക്കും. സാർ, എനിക്കൊരു സൈക്കിൾ എത്തിക്കാൻ പറ്റുമോ? ഓക്കെ ശരി, ബൈക്ക് വയ്ക്കായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് സാർ ഒരു സൗണ്ടൊക്കെ ഒന്നും ഇല്ലാത്ത ബീച്ചിൽ കൂടി ഓടിക്കാനായിട്ട് വണ്ടി കിട്ടി. എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും അതുങ്ങളുള്ള സ്ഥലത്തേക്ക് പോവാം. ഗോഡ്സിൽ കൂട്ടം കൂടിയിട്ട് നിൽക്കുക. പിന്നെ നിങ്ങൾ DC ഫാനാണോ അല്ലെങ്കിൽ മാർവൽ ഫാനാണോ എന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. എനിക്കൊരു ബാഡ് ഡേ ആണ്. പോയി നീച്ചപ്പോൾ തന്നെ ജോലിയായിട്ടൊക്കെ കോളാണ്. എനിക്കതൊക്കെ പറയുന്നത് ശമ്പളം കിട്ടുമല്ലോ. അത് വെച്ച് ഞാൻ റോൾസ് റോയ്സ് മേടിക്കും. എൻ്റെ പൊന്നെ ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇത് 2 എണ്ണം. ആദ്യം നമുക്ക് ഇതിനെ കൊല്ലാം. ഇതായിരിക്കും ഇച്ചിരി കൂടി ഈസി. ഗൈസ്, അത് ഇടിക്കാൻ പറഞ്ഞു. അടിച്ച് തെറിപ്പിച്ചു ഗൈസ്, അടിച്ചെറിപ്പിച്ചു. പിന്നെ ഒരെണ്ണം മുമ്പിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ബസ് അതൊരെണ്ണം നമ്മളെ തെറിപ്പിച്ചു വന്നു ഗൈസ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഗൈസ്. ഒന്നിനെ കൊന്നു. അയ്യോ ഗൈസ്, അത് ഇടിച്ച് ചത്തു. എൻ്റെ പൊന്ന് ഗൈസ്, എനിക്കിനി M മേടിക്കേണ്ടി വരും. ബുള്ളറ്റ് തീർന്നു. ഹെഡ് ക്വാർട്ടേഴ്സുകാർക്ക് ട്രാക്കറൊക്കെ ഉണ്ട്. നമ്മളെവിടെയാണ്? നമ്മുടെ ഫോണിൻ്റെ അകത്തും പിന്നെ നമ്മുടെ കയ്യിലൊരു വാച്ച് ഉണ്ട്, പക്ഷേ അത് കാണിക്കാനും പറ്റില്ല. അടുത്തൊരു ട്രാക്കറുണ്ട്. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 8 ഗോഡ്സിലുകളെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കിങ് കോങ്ങിനെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം 3 എണ്ണത്തിനെ കൊന്നു. ഇനി വെറും അല്ല, ഇനി 5 എണ്ണത്തിനെ കൂടി കൊല്ലണം. നമുക്ക് ഈ ബീച്ച് മൊത്തം ഇരുന്ന് ഇറങ്ങാം. കാശ് നമ്മളൊരു സ്ഥലത്ത് വന്നപ്പം ഇവിടെ 4 എണ്ണം. ഇതിന് ഭയങ്കര പോറോ. ഇതെല്ലാം കുഞ്ഞുങ്ങളാണെന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. ഇതൊന്നും തന്നെ കൊല്ലാൻ വേണ്ടി വരില്ല. കുണ്ടിയിലാണ് ഞാൻ പിടിച്ചത്. നിങ്ങളെ ദേഷ്യമുണ്ട്.
ഇതൊക്കെ ഹെഡ്ഷോട്ട് അടിക്കണം. നമുക്കിനി ലാസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. എന്ത് നിന്ന് ഉറങ്ങണം ഗൈസ്. നമ്മൾ അടിച്ച് തെറിപ്പിച്ച് ഇതിൻ്റെ അടി പോകാത്ത ഭാഗ്യം പോയതെങ്കിൽ നമ്മുടെ സ്കിൽസൊക്കെ വെച്ചെടുക്കുമായിരുന്നു. ബട്ട് മറ്റേ യെസ് ഗൈസ്. അപ്പം നമ്മൾ ഇനി ഒറ്റ ഒരെണ്ണം കൂടി ഉള്ളൂ. ഇതാണ് നമ്മളിപ്പോൾ വിളിക്കുന്നത്. പിന്നെ നമുക്ക് ബോസിനൊന്നും സീന് മറ്റേത് നമ്മുടെ വീടിൻ്റെ ഒക്കെ അടുത്തുള്ളൊരു ബിൽഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പം സീനായി. ഇതെന്ത് വണ്ടി കയറാൻ പറ്റത്? സോ ഒരു സൈഡ് മറപ്പി. അപ്പം നമുക്ക് അതിലേക്ക് വരണം. ഇതാണ് ഇപ്പോഴത്തെ സീൻ. ഇത് പൊണ്ണ് കേസ്. അപ്പോൾ നമുക്ക് ഒരുപാട് എമോസും ഒരുപാട് സാധനങ്ങൾ വേണ്ട വരും. ഇതൊക്കെ വലുതാണ് പറഞ്ഞത്. ഇത് പിന്നെ സീൻ എന്ന് വെച്ചാൽ വേറൊരു സീൻ എന്ന് വെച്ചാൽ ഡൈനോ പാർക്കാണ്. അപ്പോൾ നമുക്ക് ഡൈനോസറിനെ കണ്ടുവരും. ഇതാകുമ്പോൾ വെടി വെച്ചാലേ നമ്മളോട് ഏറ്റവും മുന്നിട്ടത്തുള്ളൂ. പക്ഷേ ഡൈനോസറാണെങ്കിൽ അറിയാമല്ലോ, കണ്ടാൽ മതി എന്ന് പറഞ്ഞു എന്നോട്. നമ്മൾ പോവണം ഗായ്സ്. അപ്പം നമുക്ക് ഇത് വെച്ച് തന്നെ പോകണം. അതിന് വല്ല ഫീമെയിലുണ്ടെങ്കിൽ അതിന് വല്ല ലവറുണ്ടെങ്കിൽ എടുത്ത് പോയി അതിനെ കുറിച്ചുള്ള നമ്മുടെ റിപ്പോർട്ട്സ് അനുസരിച്ച് ഇപ്പം ഒരുപാട് ഗോഡ്സിലുണ്ടായിരുന്നു. അതിനെല്ലാം നമ്മളെ ഗ്യാങ് ചേർന്ന് കൊന്നു. അപ്പം എങ്ങനെയോ ഒരു ഗോഡ്സില രക്ഷപ്പെട്ടു പോയി. ആ ഗോഡ്സിലേൻ്റെ മക്കളാണിത്. ഗോഡ്സില അല്ല, കിങ്കോങ്. DC or Marvels. ഇത് നമുക്ക് കത്തിച്ചു പോകണം വണ്ടി. ഈ വണ്ടി കൂട്ട് സ്പീഡില്ല ഉണ്ടാകും. ജെറ്റ് കൊടുക്കണ്ടായിരുന്നു. ഒരു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഗായ്സ് നമ്മളൊരു ഫുൾ എന്താ അതിൻ്റെ പേര് എങ്ങനെ കത്തിക്കണ്ടേ പറപ്പിക്കണ്ടേ ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ വണ്ടി കയറിയിട്ടുണ്ട്. എൻ്റെ പേരെന്തായിരുന്നു? ജെറ്റ് പാക്ക്. നമുക്കിവിടെ ലാൻഡ് ചെയ്യാം. എന്താ ഇച്ചിരി കൂടി ഭേദം. നമുക്ക് സെർച്ച് ചെയ്യാമല്ലേ ലാൻഡ്. അപ്പം ഗായ്സ് നമ്മളത് ഇവിടെ ഫുള്ളായിട്ട് നോക്കും. ഗായ്സ് കിട്ടി ഇങ്ങനെ ലാസ്റ്റിനെയും കിട്ടി. ബട്ട് ദ ഡേഞ്ചറസ് സീസ് അങ്ങനെ കൊല്ലാൻ ഇച്ചിരി ടാസ്ക്കാണ്. കാരണം നമ്മുടെ കയ്യിൽ അപ്പോൾ ഇപ്പം എമോ ഉള്ളത് ഈ സാധനത്തിനകത്ത് മാത്രം. ഇതൊരുമാതിരി ഉറുമ്പി വരടി പോയി. എനിക്ക് എമോ ഇടാനും അറിയത്തില്ല, കയറ്റാനും അറിയത്തില്ല. ജെറ്റ് പാക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാനൊന്നും അറിയത്തില്ല. ഇതല്ലേ ഏറ്റവും വലിയ കുഴപ്പം. എന്തിയാ സമയം എന്ത് ഗൈസ് നമ്മുടെ ജെറ്റ് പാക്കിന് ഒരു പണി കിട്ടി. ഇച്ചിരിയും കൂടി മുമ്പോട്ട് പോടെ. ഇതെങ്ങനെയാടെ കൺട്രോൾ ചെയ്യണ്ടേ? ഈശ്വര ഡൈനോസറിനെ മുമ്പ് വെച്ച് തന്നെ നമ്മളെല്ലാം. താങ്ക് യു ഗൈസ്. ഇതെന്ത് എൻ്റെ പോനെ ഡയറക്റ്റ് ഒന്ന് ചാകിച്ചാ ഇതിന് എത്ര ഇത്തിരി കാര്യമല്ലോ. ഞാൻ കൊന്നിട്ടാണെന്നുള്ളൂ പോകണ്ടല്ലോ. എഴുതിയില്ല. ഇനിയിപ്പോൾ ഞാൻ എവിടെ പോയി ഗൈസ് നമ്മളെ ഗുറിൽ അടിച്ചിട്ട് അപ്പം എങ്ങോട്ട് പോകാൻ മോൻ? എന്നാ പ്രിസ്റ്റലാണെങ്കിൽ പ്രിസ്റ്റല് ഇച്ചിട്ട് സീനാണ്. നമ്മളെ അടിച്ചിടുവാണ് ഇവൻ. പക്ഷെ മറ്റേ കൊണ്ടുവരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യമാകുമായിരുന്നു. വീണ്ടും പൊന്നു കുറില് വീണ്ടും കിട്ടി. നമ്മൾ ഇങ്ങനെ പോകണമെങ്കിൽ നമ്മൾ ചാകും. ഇവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. എന്തിയാവൻ കുറേ ഒന്നുമില്ലോ വീടടിച്ച് നമ്മുടെ തല മരത്തിലടിച്ച്. നമുക്കിനി ഒരേ ഒരു വഴിയുള്ളൂ. നമുക്ക് ഉപയോഗിക്കാൻ അറിയാത്ത നമ്മൾ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു വഴിയുമില്ല.
നമ്മൾ ചാകാറായി. ചത്താലും ഞാൻ ഇവനെ കൊന്നിട്ടേ പോകത്തുള്ളൂ. എൻ്റെ ഗുരുളെ, എൻ്റെ പൊന്ന് ഗുരുളെ, നിനക്കിട്ടുള്ള ട്രാപ്പ് ചെയ്യാൻ നോക്കോടാ. നീ ഇങ്ങോട്ട് തന്നെ അടിക്കാൻ വരില്ല. അപ്പം തന്നെ ഞാനിത് എക്സ്പ്ലോർ ചെയ്യും. എനിക്ക് കുറച്ച് സ്റ്റിക്കി ബോംബ് തന്നെ നമ്മളും ചത്തോ അല്ലെങ്കിൽ നമ്മൾ ചത്തില്ല. ഭാഗ്യത്തിന് നമുക്കൊന്നും പറ്റിയില്ല. അപ്പം നമ്മുടെ മിഷൻ ഇവിടെ വെച്ച് തീരുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം.